പണ്ടൊക്കെ ഒരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രി കൊണ്ടുപോകും. ആ ആശുപത്രിയിൽ നിന്ന് മരണപ്പെടുന്നത് ധാരാളം. അതിനു മുമ്പ് ആശുപത്രിയിലേ കൊണ്ടുപോകില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും നാട്ടുപുറത്ത് കിട്ടുന്ന ചികിത്സയും പരമ്പരാഗതമായ ചികിത്സാ രീതികൾ ഒക്കെ അവലംബിച്ചുകൊണ്ട് അവർ ചികിത്സിക്കാൻ നോക്കും. കുറെ ആളുകൾ മരണപ്പെടും. 5ഉം 6ഉം 7ഉം 8ഉം കുട്ടികളൊക്കെ പ്രസവിച്ച അതില് നമ്മുടെ ഇന്നത്തെ ഈ മൃഗതുല്യമായ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് പട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ 6, 7 ഉണ്ടെങ്കിൽ 1, 2, 3 ബാക്കിയുള്ളൂ. അതുപോലത്തെ ഒരു സാഹചര്യം പണ്ട് നമ്മുടെ വീടുകളിൽ പ്രസവിക്കുന്ന നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാം, എന്റെ വീട്ടിൽ പ്രസവിച്ചതാണ്. എന്റെ വീട്ടിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. എന്റെ അമ്മ 6 പേരെ പ്രസവിച്ചിട്ടുണ്ട്. 2 പേര് മരിച്ചു, 4 പേരേ ഉള്ളൂ. അതിൽ പ്രസവിച്ച 6ാമത്തെ ആളാണ് ഞാൻ, ജീവിച്ചിരിക്കുന്ന 4ാമത്തെ ആൾ. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഒരു ചരിത്രം നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആശുപത്രിയിൽ ആ സൗകര്യം ലഭിക്കുന്നു. ഒരാൾ പോലും മരണപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നു. കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് 4, 5 വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്ന അസുഖം കണ്ടെത്തുന്ന രൂപത്തിലുള്ള വളരെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ AI സാങ്കേതിക വിദ്യകളൊക്കെ സഹായത്തോടു കൂടി അത്തരത്തിലുള്ള പഠനങ്ങളും അതിനുള്ള ചികിത്സാ രീതികളൊക്കെ വന്നുകൊണ്ട് നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അസുഖം വന്നാൽ അത് അല്ലെങ്കിൽ ഒരു ചെറിയ ലക്ഷണം വന്നാൽ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്താനും അതിനനുസരിച്ച് ചികിത്സിക്കാൻ സാധിക്കുന്ന സംവിധാനം ഇത് മെട്രോ നഗരങ്ങളിൽ മാത്രമല്ല, ചെന്നൈയിലോ മുംബൈയിലോ ഡൽഹിയിലോ കൊൽക്കത്തയിലോ മാത്രമല്ല, അത് കോഴിക്കോട്ടേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും എത്തി. ഇപ്പൊ കുറെ നമ്മുടെ ഗ്രാമങ്ങളിൽ, കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പോലുള്ള ഒരു പഞ്ചായത്തിൽ നിങ്ങൾ നോക്കിയാൽ എത്ര ആശുപത്രി ഉണ്ടാവും? സ്വകാര്യ മേഖലയിലെ ആശുപത്രി. തിരൂർ നഗരത്തിൽ നിങ്ങൾ നോക്കും, താമൂരിൽ നിങ്ങൾ നോക്കും, പരപ്പനങ്ങാടി നോക്കൂ, എടപ്പാളിൽ നിങ്ങൾ നോക്കും. ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും സൗകര്യമുള്ള സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ചെറുതാണെങ്കിലും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു.